അതെ, തമ്പനയിൽ കണ്ട പോലെ സുരേഷ് ഗോപി മാത്രമേ ഇവിടെ വിജയിച്ചിട്ടുള്ളൂ. എനിക്കറിയാൻ മേലാത്തതുകൊണ്ട് ചോദിക്കുക. 10-20 സീറ്റ് ഉണ്ടായിരുന്നല്ലോ, അതിൽ ഒരെണ്ണം സുരേഷ് ഗോപി വിജയിച്ചു. ഓക്കെ, ബാക്കി 19 സീറ്റിലും നോട്ടയാണ് വിജയിച്ചത്. ഇങ്ങനെ ചോദിക്കാൻ ഒരു കാരണം എന്താണെന്ന് അറിയുമോ? ഈ എല്ലാ ആളുകളും ഈ കണ്ട ഇത്രയും വിജയിച്ച് ഈ 19 പേരെ ആർക്കും അറിയത്തില്ല അവരെന്തൊക്കെ ചെയ്യുന്നു, ഇതിന് മുൻപ് എന്തൊക്കെ ചെയ്തു, ഇതൊന്നും ആർക്കും അറിയത്തില്ല. ഇവിടെ BJPക്ക് ഒരു സീറ്റ് കിട്ടി, അല്ലെ സുരേഷ് ഗോപിക്ക് ഒരു സീറ്റ് കിട്ടി. അപ്പോൾ ഇതിൻ്റെ പുറകെ ആളുകൾ ഇങ്ങനെ നടക്കും. ബാക്കിയുള്ള ആൾക്കാർ ആരും ഇല്ലേ, അവരെ ആർക്കും അറിയണ്ടേ? അതാണ് എൻ്റെ ചോദ്യം. അല്ലേ? ബട്ട് വൈ? ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഈ കണ്ട ആളുകളുടെ ആരുടെയെങ്കിലും പുറകെ നടക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? സത്യം പറഞ്ഞ് ഇവർക്ക് പേടിയല്ലേ ഈ ആൾക്കാർക്ക്? ഈ സുരേഷ് ഗോപി അല്ല BJP വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഈ കണ്ട നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ നടക്കാത്തൊരു വികസനം ഇനി നടക്കുമോ? ഇങ്ങേര് ഇനി എന്താണാവോ കാണിച്ചു കൂട്ടാൻ പോകുന്നത്? തൃശ്ശൂരിൻ്റെ മുഖച്ഛായ മാറ്റുമോ? അപ്പോൾ ഇത്രയും നാളായിട്ട് ഈ കണ്ട ആൾക്കാർ ഒക്കെ വിജയിച്ചു പോയിട്ട് ഒന്നും ചെയ്തിട്ടില്ലേ? ഇതൊക്കെ ഇത്ര നാൾ, ഈ 5 വർഷം കൊണ്ട് പുള്ളിക്കാരൻ ഇത്ര ഒപ്പിക്കാൻ പറ്റുമോ എന്നാളുകൾ ചിന്തിച്ച് കഴിഞ്ഞാൽ താമര അവിടെ ഇവിടെ എല്ലാം വിരിയും ഇല്ലേ? അപ്പം ഇങ്ങനെ പുറകെ നടന്ന് ഈ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയുള്ള പരിപാടി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ചൊറിയുന്ന തോറും ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. അതായത് ഫ്രീ ആയിട്ട് പബ്ലിസിറ്റി കിട്ടിക്കൊണ്ടേയിരിക്കും അല്ലേ? അത് തന്നെ വിഷയം. കഴിഞ്ഞ ദിവസം കൂടെ ഒരു വീഡിയോ ഉണ്ട്. അതായത് സുരേഷ് ഗോപി ഇരുന്നുകൊണ്ട് ആഹാരം കഴിക്കുക. എന്നിട്ട് പുള്ളിയുടെ വിരലിങ്ങനെ നക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി തന്നെ പറഞ്ഞു, എൻ്റെ പൊന്നെ ഇതൊന്നും എടുത്തിട്ടേക്കരുത്, ഇനി അത് മതിയെന്ന്. ശരിയല്ലേ? ഇത് എന്തിനാണ് ഈ ക്യാമറ ആയിട്ട് ഇങ്ങനെ പുറകെ ഇങ്ങനെ നടക്കുന്നത്? എന്ത് കാര്യത്തിനാണ്? ഇനി പുള്ളിക്കാരൻ ഒരു 5 വർഷം കഴിഞ്ഞിട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ അന്നേരം പോയി ചെറിഞ്ഞാൽ പോരെ? വേറെ കാര്യമുണ്ട്, ഇത്ര നാളെ ഉള്ളവന്മാർ എന്താ ചെയ്തത്, എങ്ങനെയാണ് ചെയ്തതെന്നൊന്നും ആർക്കും അറിയുകയും വേണ്ട, കേൾക്കുകയും വേണ്ട, ഒന്നുമില്ല. സുരേഷ് ഗോപി വിജയിച്ച് ടെൻഷൻ. അയ്യോ, നീ എന്ത് ചെയ്യും ദൈവമേ? ഈ പുള്ളിക്കാരന് ഇങ്ങനെ വിജയിച്ച് ഇവിടെ മൊത്തം ഭയങ്കര പരിപാടിയാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കണ്ട നമ്മളൊക്കെ ഇനി എങ്ങനെ നടക്കും പറഞ്ഞ് ബാക്കിയുള്ള MP-മാരും MLA-മാരും ഇങ്ങനെ വെകളി പൂണ്ട് നടക്കുക. വാർത്താമാധ്യമങ്ങൾക്കാണെങ്കിൽ യാതൊരു സമാധാനവും ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ ബട്ട് വൈ ഇതല്ലേ അല്ലേ? അത് തന്നെയുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ഇത്ര എനിക്ക് പറയാനുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടണും കൂടെ ഒന്ന് അടിച്ചേക്ക്.